ദീപുവിനെ കൊലപ്പെടുത്താൻ സർജിക്കൽ ബ്ലേഡും ഗ്ലൗസും നൽകിയത് സുനിൽകുമാറാണെന്ന് നേരത്തെ അറസ്റ്റിലായ അമ്പിളി എന്ന സജികുമാർ മൊഴി നൽകിയിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി സുനിൽകുമാറുമായി അടുത്ത ബന്ധമുള്ള 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുനിൽകുമാറിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനായ പ്രദീപ് ചന്ദ്രൻ, സുനിൽകുമാർ പാർട്ട്ണറായ സർജിക്കൽ സ്ഥാപനത്തിന്റെ ഉടമ, പാറശാല മഹാദേവർ ക്ഷേത്രത്തിന് സമീപത്തെ സർവീസ് സെന്റർ ഉടമ എന്നിവരെയാണ് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകത്തിന് സർജിക്കൽ ഗ്ലൗസ്, ബ്ലേഡ്, വസ്ത്രങ്ങൾ എന്നിവ നൽകിയത് സുനിൽകുമാറാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും ബന്ധമുള്ളയാൾ. സജികുമാർ പിടിയിലായതിനു തൊട്ടുപിന്നാലെ മൊബൈൽ ഫോൺ വീട്ടിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട സുനിൽകുമാറിനായി 4 സംഘങ്ങളായി തിരഞ്ഞാണ് തിരച്ചിൽ. നെയ്യാറ്റിൻകരയിലെ സ്ഥാപനത്തിൽ നടന്ന മദ്യപാനത്തിനിടെയാണ് സജികുമാർ കൊലപാതകം നടത്തുന്നതിനുള്ള ഗൂഢാലോചന നടത്തിയതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഈ സമയത്ത് പ്രദീപ് ചന്ദ്രനും ഉണ്ടായിരുന്നതായി സജികുമാർ തമിഴ്നാട് പോലീസിന് മൊഴി നൽകിയിരുന്നു. കൊലപാതകം കൊട്ടേഷനാണെന്നാണ് മുഖ്യപ്രതി അമ്പിളിയുടെ മൊഴി. കൊല്ലപ്പെട്ട ദീപു പറഞ്ഞിട്ടാണ് കൊല ചെയ്തതെന്നും ഇൻഷുറൻസ് തുക നേടിയെടുക്കുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് അമ്പിളി ആദ്യം പോലീസിനോട് പറഞ്ഞിരുന്നത്. ഈ വാദമാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിനു വേണ്ടി സജികുമാറിനെയും പ്രദീപ് ചന്ദ്രനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി.